യേശുവിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് നിർവഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ നിങ്ങളിൽ ഇത് അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. അയ്യോ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൈയനക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. കാരണം നിങ്ങളുടെ ഈ അവസ്ഥയിലും ദൈവം തമ്പുരാൻ നിന്റെ സുഹൃത്താണ്, നിന്റെ കൂട്ടുകാരനാണ്, നിന്നെ അറിയാവുന്നവനാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒട്ടും കേൾക്കാൻ പറ്റത്തില്ലാത്തത് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ആ ഒരു ഓർമ്മ ആചരിക്കുകയാണ് ക്രിസ്മസ് ദിനം. ഈ ദിവസങ്ങളില് നമ്മൾ ആചരിക്കാൻ പോകുന്ന, ആഘോഷിക്കാൻ പോകുന്ന വളരെ മനോഹരവും ശുദ്ധ സഭയിൽ വന്നതിനൊരു ഉദ്ദേശമുണ്ട്. അതിങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, അവൻ ഈ ഭൂമിയിൽ വന്നത് നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യേശുവിനെ അറിയത്തില്ലാത്ത വ്യക്തികൾ ആണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവർക്ക് ദൈവത്തെ അറിയില്ല. ആ ദൈവത്തെ അറിയാത്ത വ്യക്തി ജീവിതങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യമാണ്. യേശുവാണ് ഏക രക്ഷകനെന്ന് വിളിച്ചു പറയുന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ ആ നഷ്ടപ്പെട്ട ആടിനെ വീണ്ടെടുക്കുവാൻ മാത്രമാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ വീണ്ടെടുക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ, രക്ഷ എന്ന് പറഞ്ഞാൽ അവനെ രോഗത്തിൽ നിന്നും സൗഖ്യമാക്കുവാൻ വേണ്ടി, അവന്റെ ദാരിദ്ര്യത്തിൽ നിന്നും കർത്താവ് സൗഖ്യമാക്കുവാൻ വേണ്ടി, അവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ കടന്നു വന്നത്. യേശു തമ്പുരാൻ ഭൂമിയിൽ വന്നതിനെ ഓർത്ത് സന്തോഷിക്കുന്നവരെല്ലാവരും കരങ്ങളടിച്ച് സന്തോഷത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൽ ജനിക്കപ്പെട്ട സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? അവന്റെ ജാതി നോക്കിയല്ല യേശു അവന്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ജനിച്ചത് പല കുടുംബങ്ങളിലായിരിക്കാം, പല മതത്തിലായിരിക്കാം, ജാതിയിലായിരിക്കാം. പക്ഷെ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മാനവരാശിക്ക് വേണ്ടി, മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, 1 യോഹന്നാന്റെ 3:8 പറയുന്നു ഇങ്ങനെ, യേശു വന്നത് പിശാചിന്റെ സകല പ്രവർത്തികളെയും തകർക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ദൈവം ഒരിക്കലും രോഗം തരത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, എന്റെ ദൈവം എനിക്ക് രോഗം തരത്തില്ല എന്ന് അടുത്തിരിക്കുന്നവർ പറഞ്ഞു. പിന്നെ വീണ്ടും പറഞ്ഞു, എന്റെ ഈ അവസ്ഥ ദൈവത്തെ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്, മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും. ബൈബിൾ പറയുകയാണ്, നമ്മൾ എന്തു പറഞ്ഞാലും നമുക്കത് ലഭിക്കും. അപ്പോൾ നീ 100 പ്രാവശ്യം പറയും, ഞാൻ എഴുന്നേറ്റ് നടക്കും, ഞാൻ സൗഖ്യമാകും, എൻ്റെ ചെവി കേൾക്കും, എൻ്റെ കണ്ണ് കാണും, എനിക്ക് എല്ലാ രോഗവും കർത്താവ് ഏറ്റെടുത്തു, എൻ്റെ ക്യാൻസർ സൗഖ്യമാകും എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പറഞ്ഞ കാര്യം നിന്റെ ജീവിതത്തിൽ സ്ഥാപിക്കപ്പെടും. മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയാറുണ്ട്, തിന്മയുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് ദൈവം ഉയർത്തുക, ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുകയാണ്. ആ അധ്യായം എങ്ങനെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്തു പറയത്തില്ല, നെഗറ്റീവ് പറയത്തില്ല. എല്ലാം സാധ്യമാണ്. പറഞ്ഞേ, എല്ലാം ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം. വിശ്വസിച്ചാൽ
നീ ദൈവത്തിന്റെ മഹത്വം കാണാം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ദൈവമേ ഇങ്ങനെയാണോ എന്നെ സൃഷ്ടിച്ചത്? ചോദിക്കാൻ പറ്റുമോ? എന്നാ ധൈര്യം ചോദിക്കും. കണ്ണടയ്ക്ക്, എല്ലാവരും കണ്ണടച്ചിട്ട് ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ദൈവമേ, പിതാവേ, നീ ഇങ്ങനെയാണോ എന്നെ സൃഷ്ടിച്ചത്? ഇങ്ങനെയാണോ നീ സൃഷ്ടിച്ചത്? കർത്താവ് നിന്നെ സൗഖ്യമാക്കും, പൂർണ്ണമായിട്ടും സൗഖ്യമാക്കും. ഈ അവസ്ഥയിലാണോ എന്നെ സൃഷ്ടിച്ചത്? ഈ വീൽ ചെയറിൽ ഇരിക്കുകയാണോ എന്നെ സൃഷ്ടിച്ചത്? ഒരു തളർവാദ രോഗിയായിട്ടാണോ എന്നെ സൃഷ്ടിച്ചത്? ഒരു കുരുടനോ ചെകിടനോ ആയിട്ടാണോ ദൈവം എന്നെ സൃഷ്ടിച്ചത്? പൂർണ്ണമായിട്ടും അമ്മയുടെ ഉദരത്തില് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പരിപൂർണ മനുഷ്യനായി നിങ്ങളെ സൃഷ്ടിച്ചുവെന്ന കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ബോധ്യമുള്ളവരെന്ന് ദൈവം ചെയ്യും. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ബോധ്യമുള്ളവരെന്ന് ദൈവം ചെയ്യും. അവർക്ക് രക്ഷയുണ്ട്. അവർ മരിച്ചാലും അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. അത് ഏത് മരണമായിക്കോട്ടെ, പക്ഷെ അവന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. കാരണം നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി മരിച്ചു. നിനക്ക് വേണ്ടി മരിച്ചു. ആ സ്നേഹം ഒന്ന് ആലോചിക്കുക. ആ സ്നേഹം അടുത്തിരിക്കുന്നതോടെ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ തൊട്ടിട്ട് പറഞ്ഞു, യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത ഇതാണ്. ഗുഡ് ന്യൂസ്. ഗോസ്പൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സത്വാർത്ത, നല്ല വാർത്ത. നല്ല മനസ്സിനോട് പറ, ദേഹത്തോട് പറ, ഉറപ്പിക്കും ദൈവവചനം കേൾക്കാനെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. നല്ല ചൂടാ, നല്ല കാറ്റുമുണ്ട്. ചിലപ്പോൾ ഉറങ്ങാനായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വന്നാലും അതിനെ അതിജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കണം. ദാരിദ്ര്യം വന്നാലും അതിനെ അതിജീവിക്കണം. കാരണം നിങ്ങളുടെ കൂടെയും എന്റെ കൂടെയും ഈ ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ യേശു ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കപ്പെടും. നിങ്ങൾക്ക് ശേഷിയില്ലാത്ത അവയവങ്ങൾക്ക് കർത്താവ് ശക്തി തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. എല്ലാം യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ ലേഖനത്തിന്റെ 1-ാമത്തെ ലേഖനം 3:8 ഞാൻ വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവൻ, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവർത്തികളെ തകർക്കുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനാവുന്നത്. ഹല്ലേലൂയ. അതായത് ദൈവം ലോകത്തെ അതിയായി സ്നേഹിച്ചു. ദൈവം ലോകത്തെ അതിയായി സ്നേഹിച്ചു എന്ന് വെച്ചാൽ അർത്ഥം, ഈ ലോകത്തിലുള്ള സകല മാനവരാശിയെയും മനുഷ്യകുലത്തെയും അവൻ സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും അകന്നു. ആദം പാപം ചെയ്തപ്പോൾ ആദം ദൈവത്തിൽ നിന്നും ഓടി അകന്നു. ആദത്തിന്റെ സന്തതികളെ, നമ്മളെ ദൈവവുമായിട്ട് ഒരുമിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ദൈവം മനുഷ്യനായി പിറക്കുകയാണ്. നമുക്ക് തോന്നുന്ന ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതൊക്കെയാണോ സംഭവിക്കുന്നത്? എന്നാൽ ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പാപപരിഹാരത്തിന് വേണ്ടി ബലി കഴിക്കപ്പെടണം. അതാണ് നിയമം. പരിഹാരത്തിന് വേണ്ടി ബലി കഴിക്കപ്പെടണം. അതിനാണ് ക്രിസ്തുയേശു കാൽവരി കുന്നിൽ കുരിശിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു എന്തിനു വേണ്ടിയാ മരിച്ചേ? നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളെ രോഗം സൗഖ്യമാക്കാൻ വേണ്ടി
നിങ്ങളെ നല്ല മനുഷ്യനാക്കാൻ, സമാധാനമുള്ളവനാക്കാൻ, സന്തോഷമുള്ളവനാക്കാൻ, അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. നിന്റെ ഏത് പ്രശ്നവുമായിക്കോട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അതായത് നമ്മൾ ഒരു വ്യക്തിയോട് നന്ദി പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നും. ആണോ? ആണോ? അതുകൊണ്ട് യേശുവിനോട് നന്ദി പറഞ്ഞ ഒരു 10 വർഷം നന്ദി പറ. യേശുവെ നന്ദിയുണ്ട്. അപ്പോൾ യേശുവിനെ നിങ്ങളോട് ഇഷ്ടം തോന്നും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഉറപ്പാണ്, യേശുവിന്റെ കൃപ നിങ്ങളിൽ ഉള്ളതിന്റെ ഉറപ്പാണ് നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം കഴിയും. ദൈവം നിങ്ങളിൽ ഉണ്ട്. ദൈവം എന്നെ കരുതുന്നു. എന്റെ യേശു എന്നെ പരിപാലിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, ലോകത്തെ ദൈവം അതിയായി സ്നേഹിച്ചു, അതുകൊണ്ട് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആരൊക്കെ അത്രയ്ക്കും നിങ്ങളെ സ്നേഹിക്കുന്നവനാണ് യേശു തമ്പുരാൻ. ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ സഹോദര? ഉണ്ട്. എന്താ പേര് നിങ്ങളുടെ? ആറാട്ടുപുഴ. എത്ര വർഷമായി ഇങ്ങനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? എന്തു സംഭവിച്ചതാണ്? ടിപ്പർ ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ച. നിങ്ങളുടെ പ്രശ്നം നട്ടലിനാണ്, സ്പൈനൽ കോഡ്. യെസ്, യാ, അതാണ് സംഭവിച്ചത്. 14 വർഷമായിട്ട്. ഇവിടെ ചലനശേഷി ഉണ്ടോ? ഇല്ല. ഓക്കെ. ഞാനിപ്പോൾ ഒരു സാക്ഷ്യം പറയാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാരീസ് ഗ്ലോബൽ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. 23 വർഷമായിട്ട് സ്പർശനശേഷിയില്ലായിരുന്നു ഒരു വ്യക്തിക്ക്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. പുള്ളി ഒരു പേന എടുത്തിട്ട് ആ സിസ്റ്ററിനോട് പറഞ്ഞ് ഉറങ്ങരുത്, കേൾക്കാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ കാലിന് സ്പർശനശേഷിയില്ലായിരുന്നു. അപ്പോ ഇദ്ദേഹം വന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പെന്നു ഊരിയിട്ട് ഒറ്റ കുത്താണ്. ഞാൻ പറഞ്ഞു അത്രയ്ക്ക് കുത്തരുത്, കാരണം സ്പർശനശേഷിയില്ല. പ്രാർത്ഥിച്ചു. അദ്ദേഹം പരിശുദ്ധാത്മാവിനാന്ന് പറഞ്ഞ് താഴെ വീണു. എഴുന്നേറ്റ് വന്നപ്പോൾ പൂർണ്ണമായിട്ടും സ്പർശനശേഷി തിരിച്ചു. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടല്ലോ. ഈ ബ്രദർ പറഞ്ഞില്ല എത്ര പേര് കഴിഞ്ഞതിന് മുമ്പത്തെ ധ്യാനത്തിന് 3 പേര്. അതിനു മുൻപ് ഈ തൃശ്ശൂരിൽ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ട് സൗഖ്യമായി പോയി. നടക്കാൻ മേലായിരുന്നു. ദൈവത്തിന് ഒരു സമയമുണ്ട്. അടുത്തിരുന്നോട് പറഞ്ഞു, ദൈവത്തിന് ഒരു സമയമുണ്ട്, സമയമുണ്ട്. ആ സമയത്തിൽ എന്നെ ദൈവം സൗഖ്യമാക്കും. അടുത്തിരിക്കുന്നവർ പറഞ്ഞു, എനിക്കൊരു സമയമുണ്ട്, അത് നാളെ ആയിരിക്കാം, എന്നെ ദൈവം സൗഖ്യമാക്കും. അത് തീർച്ചയായും, അതിന് ഉറപ്പാണ്. കാരണം യേശു കുരിശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ദേഹത്ത് ചാട്ടവാറിന്റെ അടി ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യമാവും. സന്തോഷം വന്നു കഴിഞ്ഞാൽ കരമടിച്ചു. ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ കരഞ്ഞാൽ പിശാച് ചിരിക്കും, നിങ്ങൾ ചിരിച്ചാൽ പിശാച് കരയും. നിങ്ങൾ കരയുന്നതാണോ ചിരിക്കുന്നതാണോ? ചിരിച്ചു. യേശുവേ നന്ദി. ഒന്ന് ചിരിച്ചേ. ഞാൻ ദൈവത്തെ ആരാധിക്കും. അത് സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. അത് ദൈവത്തെ ആരാധിക്കുന്ന സ്നേഹവും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ദൈവത്തിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഉന്നത തലത്തിന്റെ ഒരു വാക്കാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവത്തെ സ്നേഹിക്കാം, എനിക്ക് ദൈവത്തെ ആരാധിക്കാം. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാം, പക്ഷെ നിങ്ങളെ എനിക്ക് ആരാധിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അത് ഒരു ഹയർ ലെവലാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ ആരാധന പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവമേ സ്തുതി എന്ന് പറഞ്ഞേ
യേശുവേ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ 38 വർഷക്കാലം തളർവാദ രോഗിയായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. ബെത്സൈദ എന്ന് പറഞ്ഞ കുളക്കടവില് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് വർഷത്തിലൊരിക്കൽ സ്വർഗത്തിൽ നിന്നും ഒരു ദൈവദൂതൻ വന്ന് ആ കുളം ഒന്ന് ഇളക്കും. അപ്പോൾ ആ കുളത്തിന്റെ തീരത്ത് ഒരുപാട് രോഗികൾ വന്ന് താമസം ഉറപ്പിച്ചു. അവർക്ക് സൗഖ്യമാകുവാൻ വർഷത്തിൽ ഒരു ദിവസം ഒരാൾക്ക് സൗഖ്യമാകും. അപ്പൊ ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. നമ്മൾ ലോട്ടറി അടിക്കാറില്ലേ? അപ്പൊ എനിക്ക് അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിലില്ല. അപ്പോൾ ആരെങ്കിലും ആദ്യം, അതായത് ഈ ദൈവദൂതൻ കുളം കലക്കി പോയതിന് ശേഷം ആദ്യം ആ കുളത്തിലേക്ക് എടുത്ത് ചാടുന്നവൻ സൗഖ്യമാകും. അങ്ങനെയായിരുന്നു അവിടുത്തെ പതിവ്. ഹല്ലേലൂയ. അവിടെ 38 വർഷക്കാലമായിട്ട് ഒരു മനുഷ്യൻ പോലും ആ കുളത്തിലേക്ക് തന്നെ എടുത്ത് ഇടാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ വെള്ളത്തിലിറക്കുവാനോ ആരുമില്ലായിരുന്ന ഒരു തളർവാദ രോഗി വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എവിടെ? കുളക്കരയിൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ആ വഴിയെ നടന്നു പോകുന്നു. യേശു തന്റെ ശിഷ്യന്മാരും കൂടെ നടന്നു പോവുക. അപ്പൊ 38 വർഷക്കാലം തളർവാദമായിട്ട് കിടക്കുന്ന ഈ രോഗിയെ കണ്ട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാണ്? അപ്പൊ അദ്ദേഹത്തിന് ആ മുടന്തൻ അറിയത്തില്ലായിരുന്നു യേശു സൗഖ്യദായകനാണെന്ന്. മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം യേശു സൗഖ്യദായകനാണെന്ന്? അവിടെയാണ് സൗഖ്യം സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് യേശുവിനെ സൗഖ്യദായകനെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സൗഖ്യമാക്കും? താങ്കൾക്ക് മനസ്സിലായോ? സുരേഷ് യെസ്, സുരേഷ് മനസ്സിലായോ? യെസ്. അപ്പോൾ ഇവിടെ ആ വ്യക്തി യേശുവിനെ മറുപടി പറയുകയാണ്, ഞാൻ 38 വർഷമായി ഇവിടെ കിടക്കുന്നു. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 60 വയസ്സുണ്ടാകാം, 50 വയസ്സുണ്ടാകാം. ഈ 38 വർഷമായിട്ടും ആരും എന്നെ വെള്ളത്തിലേക്ക്, ഈ കുളത്തിന്റെ അകത്തേക്ക് ഇറക്കാൻ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ തളർവാദ രോഗിക്ക് യേശുവിന്റെ കഴിവ് അറിയില്ല. ഹല്ലേലൂയ. നമുക്ക് രോഗസൗഖ്യം വരണമെങ്കിൽ ആദ്യം നമ്മൾ യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. യേശു എന്നെ സൗഖ്യമാക്കുവാൻ അവന് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. അപ്പോ യേശു പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇന്നു മുതൽ യേശുവാണ് എന്റെ കർത്താവ്, എന്റെ രക്ഷകൻ, എന്റെ സൗഖ്യദായകൻ, എനിക്ക് വിടുതൽ തരുന്നവൻ യേശുവാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരം യേശുവാണ്. അവന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്നു. യേശുവേ നന്ദി. ആമേൻ. യേശു തമ്പുരാൻ ഒരുവനാണ്, പക്ഷെ നമ്മളാണ് മാറേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും മാറിയാൽ യേശു അതുപോലെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ ദ്രോഹിച്ചവരായിരിക്കാം, നിങ്ങളെ ചതിച്ചവരായിരിക്കാം, നിങ്ങളെ വഞ്ചിച്ചവരായിരിക്കാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റും. ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമെന്നുള്ളവരൊന്ന് കൈവരിച്ച്, ക്ഷമിക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം കൈവരിച്ച്. അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലാത്തതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. നിങ്ങളോട് ദ്രോഹം ചെയ്ത വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളോട് ദ്രോഹം ചെയ്ത ആളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? പറ്റാൻ പറ്റത്തില്ലാത്തൊരാളുള്ള ഇവിടെ ഇന്നും എംപ്റ്റിയാ, അത് കാലിയായി കിടക്കുക. അതാണ് യേശുവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ആ യേശുവിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ യേശുവാണ് നിനക്ക് വേണ്ടി മരിച്ചത്. ആ യേശുവാണ് നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തിയത്. ആ യേശുവാണ് നിന്നെ സൗഖ്യമാക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ആരാണ് ജീവനുള്ള ദൈവം? ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. മനുഷ്യന്റെ സാങ്കല്പിക കഥാപാത്രമല്ല യേശു. കാലഘട്ടത്തെ തന്നെ വിഭജിച്ച യേശു, BC എന്നും AD എന്നും വർഷത്തിനെ തിരിച്ച ഏക വ്യക്തി. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തി യേശു ക്രിസ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിന്റഡ് കോപ്പികൾ വിൽക്കപ്പെട്ടത് ബൈബിളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ഇവിടെ വന്നത് മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല, അവൻ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്മാരാണ് മതങ്ങൾ സൃഷ്ടിക്കുന്നത്. യേശുവിന് എല്ലാവരെയും വേണം. ഈ ലോകത്തിലുള്ള സകല വ്യക്തിയെയും യേശുവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് യേശു രണ്ടാമതും വരാനുള്ള സമയമായിട്ടില്ലാത്ത. അല്ലെങ്കിൽ സമയമായി യേശു വന്ന് നമ്മളെല്ലാം എടുത്തോണ്ട് പോയനെ. കുറെ പേരെയൊക്കെ രക്ഷിക്കാനുണ്ട്. യേശു ക്രിസ്തുവിന് കുറെ പേരെയൊക്കെ രക്ഷിക്കാനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ യേശു രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ യേശുവെ. യോബ് പറഞ്ഞത് കർത്താവ് തന്നു അല്ല, കർത്താവ് എടുത്തു. അത് യോബ് പറഞ്ഞത്, ദൈവമല്ല. മനസ്സിലായോ? യോബ് പറഞ്ഞു എന്ത്? കർത്താവ് തന്നു. എന്നാൽ ആ ജോബിന്റെ പുസ്തകം നിങ്ങൾ ശരിക്കും വായിക്കുകയാണെങ്കിൽ ദൈവം കൊടുത്തതേ ഉള്ളൂ, എടുത്തത് ദൈവമല്ല, പിശാച്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് കൊടുക്കാനേ അറിയത്തുള്ളൂ, തിരിച്ചെടുക്കത്തില്ല. ദൈവം തന്ന നന്മകൾ പിശാചിന് കട്ടുകൊണ്ടു പോകാൻ പറ്റും. പക്ഷെ പഴി വരുന്നത് ആർക്കാണ്? ദൈവത്തിന്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം സ്നേഹമാണ്, അവൻ നൽകുന്നവൻ. യേശുവിനെ നിങ്ങൾക്ക് ആദ്യമായി തന്നു. യേശുവിനെ അവൻ എടുത്തില്ല, നിങ്ങളിൽ തന്നെ നിക്ഷേപിച്ചു. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നു. ആരൊക്കെ? എന്റെ ആരോഗ്യം ദൈവമല്ല എടുത്തത്, പിശാച്. ആദ്യമേ അവന് മറുപടി കൊടുക്കണം. നിങ്ങൾ എന്താ അവന് മറുപടി കൊടുക്കുന്നത്? യേശുവിനെ എപ്പോഴും നിങ്ങൾ ആരാധിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഒരു ദൈവദൂതൻ നിങ്ങളെ അടുത്ത് വന്നിട്ട് പറയുന്നു, ജോസഫേ ജോസഫേ എഴുന്നേൽക്ക്. ചാടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ സംഭവം പറയാം. അതായത് ഒരു മിഡിൽ ഈസ്റ്റ്, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ, ജോർദാനിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിൽ കുടിയേറി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വലിയൊരു ബിസിനസ്മാനായി. മുസ്ലിം ആയിരുന്നു, ഒരു മുസ്ലിം വ്യക്തിയായി, വലിയ ബിസിനസ്മാനായി. ഒരു സുപ്രഭാതത്തില് ഒരു ചെറിയൊരു കുരു വന്നു കവിളത്ത്. അതിങ്ങനെ വലിയ വ്രണമായി മാറി.
മാരകമായ ഒരു വികൃതമായിട്ടുള്ള ഒരു സൈഡ് മുഴുവനും വികൃതമായ രൂപമായി മാറി. അങ്ങനെ ഡോക്ടർമാർ പരിശോധിച്ചു, ആശുപത്രിയിൽ അഡ്മിറ്റായി, ഒരു രക്ഷ കിട്ടുന്നില്ല. വേദന കൊണ്ട് പുളയുകയാണ് അദ്ദേഹം. അനേക ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു, അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മറ്റൊരു ദൈവങ്ങളോടെല്ലാം പ്രാർത്ഥിച്ചു. അവസാനം യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നീ ജീവിക്കുന്ന ദൈവമെങ്കിൽ ഈ രോഗത്തിന്റെ ഒരു അറുതിർത്തണം. പറഞ്ഞു തീർന്നില്ല, തൊട്ടു മുമ്പിൽ യേശു അവിടെ വന്ന് നിന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതേ രൂപത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ കാണാൻ പറ്റും. വന്ന് യേശു അവനെ സൗഖ്യമാക്കി. ആ മുസ്ലിം സഹോദരൻ ഇന്ന് ലോക പ്രശസ്തനായിട്ടുള്ളൊരു സുവിശേഷകനായി മാറി. ലോക പ്രശസ്തനായിട്ടുള്ളൊരു സുവിശേഷകനായി മാറി. ജോർദാനി കേട്ടിട്ടുണ്ടോ? ജോർദാനി. അപ്പോൾ യേശുവിനെ ആത്മാർത്ഥമായി നിന്റെ പ്രാണനെ തൊട്ട് ഒന്ന് വിളിച്ചാൽ മതി, അവൻ വിളിപ്പുറത്തെത്തിയിരിക്കും. ഹന്ന പ്രാർത്ഥിച്ചു. എങ്ങനെയാ പ്രാർത്ഥിച്ചേ? അന്തരാത്മാവിനെ തൊട്ട് അവൾ പ്രാർത്ഥിച്ചേ. അവക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പൊ ആദ്യ ഭാര്യ കുഞ്ഞുങ്ങളില്ലാത്ത ഹന്നായെ കളിയാക്കുമായിരുന്നു. ഈ കളിയാക്കുന്നത് സഹിക്കാൻ മേലാഞ്ഞിട്ട് ഈ ഹന്ന ദേവാലയത്തിൽ പോയിരിക്കും. ഒരു ദിവസം പൊട്ടിക്കരയുകയാണ്. സ്വയം മറന്ന് അന്തരാത്മാവിനെ തൊട്ടുകൊണ്ട് നിലവിളി ഉയരുകയാണ്. ഒരു ഭ്രാന്തിയെ പോലെ, മത്ത് പിടിച്ച്, അതായത് കള്ളു പിടിച്ച് പൂസായിട്ടുള്ള എങ്ങനെയാ ചെയ്യുന്നത്, ആ രീതിയിൽ അവളിങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ ഏലി എന്ന് പറഞ്ഞ പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ പൂസായിട്ടുണ്ടോ? നീ എന്താ രാവിലെ കള്ളു കുടിച്ചിട്ടുണ്ടോ? അപ്പോ ആ ഒരു നിലവിളിയിൽ അന്തരാത്മാവിൽ നിന്നും ഇവളൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു, നീ എനിക്ക് കുഞ്ഞുങ്ങളെ തരുവാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അടുത്ത വർഷം കൊച്ചുണ്ടായി. ഹല്ലേലൂയ. ശമൂവേൽ എന്ന മനോഹരമായ സുന്ദരനായ ഒരു കൊച്ച്. അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഏലിയോട് പറഞ്ഞു, നീ ഇത് എടുത്തോ, ഇവനെ അങ്ങോട്ട് ദൈവത്തിന് തന്നേക്കുവാ, എനിക്കൊരു കുഞ്ഞു ഉണ്ടായതാണ്. അപ്പോ ഈ ഒരു സത്യമാണ് സുരേഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഊണിലും ഉറക്കത്തിലും ചിന്തയിലും രൂപത്തിലും ഭാവത്തിലും നീ യേശുവിനെ ആരാധിക്കുക. യേശുവായിരിക്കണം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തെളിയുന്നത്. ഈ നടക്കാൻ മേലാത്തവർക്ക് ബൈബിൾ വായിക്കാൻ അറിയാമോ? മലയാളം വായിക്കാൻ അറിയാമോ? അറിയാം. ഇന്നു മുതൽ നിങ്ങൾ വായിക്കേണ്ട ബൈബിൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പസ്തോല പ്രവൃത്തി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അറിയാമോ? അപ്പസ്തോല പ്രവൃത്തിയിലെ 1-ാമത്തെ അധ്യായം മുതൽ വായിക്കുക. അതിലുടനീളം അത്ഭുതങ്ങൾ, അപ്പസ്തോലന്മാർ ചെയ്തെടുത്ത, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചെയ്തെടുത്ത വലിയ അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. ആ 28 അധ്യായങ്ങളും 28 അധ്യായം, ഒരു ദിവസം ഒരു അധ്യായം 3-4 തവണ നിങ്ങൾ വായിക്കണം. ചേച്ചി വായിക്കല്ലേ? ഏതധ്യായമാണ്? 1, 2, 3, 28 അധ്യായമുണ്ട്. ഒരു ദിവസം 1-ാം അധ്യായം ഒരു 3 തവണയെങ്കിലും വായിക്കണം. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 3 തവണ നിങ്ങൾ 28 അധ്യായം കഴിയും 3 തവണ വായിച്ചു വരും. നിങ്ങളുടെ ആത്മാവ് തീപ്പൊരിയായി മാറും. ഈശോനൊന്നും അല്ല, എനിക്കറിയാം. അതാ ഞാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ അമ്മേനെ ആദ്യം അമ്മേനെ തോന്നാം. ഏറ്റവും കൂടുതൽ അമ്മേനെ സ്നേഹിക്കുന്നവർ എത്ര പേരിലൂടെ നിങ്ങൾ മനസ്സിലാക്കും? ഏറ്റവും കൂടുതൽ അമ്മേനെ, ജീവിതത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമ്മേനെ സ്നേഹിക്കുന്നവർ. ഓക്കെ, കൈ കണ്ടു താത്തിയ. ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിക്കുന്നവര്, ഓക്കെ, കൈ കണ്ടു. ഏറ്റവും കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്നവര്,
അങ്ങനെ 2 പ്രാവശ്യം നിങ്ങൾ കൈപോക്കുന്നേ, ഒരു പ്രാവശ്യമല്ലേ കൈപോക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്ന 2 പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? 3 പേര്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ട്? ദൈവം ആരുമില്ലേ? നാണമാകുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്ന ആരുമില്ലേ? ഒരാളുണ്ട്, 2 ആളുണ്ട്, 3, 4 പേരുണ്ട്. ഏറ്റവും കൂടുതൽ പിതാവിനെ സ്നേഹിക്കുന്നത്, പിതാവിനെ സ്നേഹിക്കുന്നത്. ഇത് കേട്ടോ, അബ്രാഹാം വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവനെയും കൊണ്ട് എങ്ങോട്ട് പോയി? പക്ഷെ ഇത് സാറായോട് പറഞ്ഞായിരുന്നെങ്കിൽ കുളമായ. സാറായോട് പറഞ്ഞില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയത്തില്ല. സത്യമല്ലേ? അല്ല, ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, സത്യമല്ലേ? ഓക്കെ, സാറായോട് പറഞ്ഞായിരുന്നെങ്കിൽ സാറാ പറയും, സാറേ ഈ കാര്യമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, ദൈവം തന്നതാ, അങ്ങനെ ഇപ്പൊ കൊടുക്കാൻ എനിക്ക് മനസ്സിൽ